നമസ്കാരം, വെൽക്കം ടു ലവ്ലി മാഷപ്സ്. ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്. ഹെയർ കെയർ സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പം ഇന്നത്തെ സ്റ്റാർ ഇതാണ്, ഗോവ ആന്റി ഡാൻഡ്രഫ് ഹെയർ പാക്ക് ഹോം മെയ്ഡ്. ഗോവ എന്ന് പറഞ്ഞാല് GOA. G ഫോർ ഗുവ ലീവ്സ്, പേരയില. O ഫോർ ഒനിയൻ, സവാള. പിന്നെ A ഫോർ അലോവേര, കറ്റാർവാഴ. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം. വീഡിയോയിലോട്ട് പോകാം. ഗോവ പാക്ക് തയ്യാറായിട്ടുണ്ട്. ഒന്നും കൂടെ പറയാം, ഗുവ ലീവ്സ്, പിന്നെ ഒനിയൻ, പിന്നെ അതുപോലെ അലോവേര അല്ലേ. നമ്മൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടില്ലേ. ഇനി ഇത് നമ്മൾ എങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യാന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ ഈ കോമ്പ് വേണം. ഈ കോമ്പ് എടുക്കുക, ജടയൊക്കെ കളയുക. എന്നിട്ട് നമ്മൾ എന്താണ് ഹെയർ ഓയിൽ മസാജ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്ത ശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. കൈ കൊണ്ട് കുറച്ച് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. പിന്നെ ബ്രഷൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അതുപോലെ യൂസ് ചെയ്യാം. അല്ലാതെ ഉള്ളവർ സാധാരണ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ തേച്ച് ജസ്റ്റ് പിടിപ്പിക്കാം. ഭയങ്കര ഫോഴ്സ് കൊടുത്തിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യൊന്നും വേണ്ട, സ്മൂത്തായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ മതി. എപ്പോഴും ഓർമ്മിക്കുക, നമ്മൾ മുടിക്ക് എന്ത് ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ നല്ല ഭക്ഷണങ്ങളും നന്നായി ആവശ്യത്തിന് വെള്ളവും കുടിക്കുക, ആവശ്യത്തിന് ഉറങ്ങാനും എപ്പോഴും ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ ഇതുപോലുള്ള ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് നമുക്കുണ്ടാവും. അപ്പോൾ ഇതുപോലെ തേച്ച് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇതുപോലെ കോംബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതെല്ലാ സ്ഥലത്തും ഈവനായിട്ട് എത്തും. സാധാരണ ഹെയർ പാക്ക് ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ്, മാക്സിമം ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. അതിനേക്കാളും കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പാക്ക് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് പനി, ജലദോഷം അതുപോലുള്ള പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ ഈ മഴക്കാലത്ത് പാക്ക് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. അവർക്ക് ചെയ്യാൻ പറ്റുന്ന പാക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഇതിൽ അലോവേര ചേർക്കുന്നത് കൊണ്ട് നല്ല തലയോട്ടിയിൽ നല്ല തണുപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾ നമ്മുടെ തലയോട്ടിയിൽ മൊത്തം തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും എല്ലാം തേച്ച് പിടിപ്പിക്കാം. നമ്മൾ
നമ്മൾ എല്ലാ ഭാഗത്തും തലയോട്ടീൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് നമ്മുടെ കോമ്പ് വെച്ചിട്ട് നന്നായി ചീകി കൊടുക്കുക. അപ്പോൾ എവിടെയെങ്കിലും കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാ ഭാഗത്തേക്കും ഈവണായിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏകദേശം തലയോട്ടിയിൽ മൊത്തമായിട്ട് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ തലയോട്ടിയിൽ ഏകദേശം എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ പാക്ക് യൂസ് ചെയ്തതിന് ശേഷം മുടി നന്നായിട്ട് ഇതുപോലെ കോംബ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ പാക്ക് ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ കണ്ടു. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കണ്ടു അല്ലേ. എപ്പോഴും ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ബാൻഡോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തോ ഇങ്ങനെ കെട്ടി വെക്കുന്നത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നെറ്റിയിൽ വീഴും. ഓക്കെ, അത് നിങ്ങൾ കെയർ ചെയ്യുക. പിന്നെ വരും വീഡിയോസിലും ഇതുപോലെ ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ പാക്ക് കൂടെ കാണിക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ആദ്യമായിട്ട് കാണുന്ന ആൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അമർത്തുക. പിന്നെ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ദയവായി ഇടുക. പിന്നെ ഒരു കാര്യം കൂടെയുണ്ട്. നമുക്ക് ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുള്ള ആളുകൾ ഒരിക്കലും നമ്മൾ കൈ എപ്പോഴും ഇങ്ങനെ തലയിൽ വെച്ചിട്ട് അത് പുരികത്തിൽ കണ്ണിൽ ഇങ്ങനെ ആൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ താടിയിലൊക്കെ തൊടരുത്. കാരണം നമ്മളിവിടെയുള്ള ഡാൻഡ്രഫ് പുരികത്തിലേക്കും താടിയിലൊക്കെ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത്, അതായത് വലിയ മുടിയുള്ള ആളുകൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് ഒരു ബാൻഡോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തോ കെട്ടി വെക്കുക. കാരണം നമ്മൾ ഈ മുടിയൊക്കെ ഇവിടെ ആകുമ്പോഴത്തേക്ക് ഈ നെറ്റിയിലൊക്കെ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ ചില ആളുകൾക്ക് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്റ്റേ ഹെൽത്തി, സ്റ്റേ